ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 നോമ്പിന്റെ സമാപന ദിവസവും ഒപ്പം തന്നെ നമ്മുടെ രാഷ്ട്രം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും കൂടി ആണല്ലോ. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രയത്നിച്ച ഏവരെയും ഈ സമയത്ത് സ്മരിക്കുകയും അവരുടെ എല്ലാവിധ പ്രയത്നങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ വിശ്വപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിന്റെ ആമുഖമാണ് ഇത്. ഈ ഭാഗത്തെ അഷ്ടസൗഭാഗ്യങ്ങൾ അഥവാ സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. യേശു വിഭാവന ചെയ്ത ദൈവരാജ്യത്തിന്റെ ധാർമ്മിക പ്രമാണം അഥവാ മാഗ്ന കാർട്ട ആണ് ഗിരിപ്രഭാഷണം. ഇത് പഠിക്കുകയും പാലിക്കുകയും ചെയ്യുക വഴി ഓരോ വിശ്വാസിയും ആത്മീയമായ ഔന്നത്യത്തിലേക്ക് വളരണമെന്നും അവരുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നത് ആകണമെന്നും യേശു ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്തു നിന്നും ഇന്നത്തെ ധ്യാനവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥം ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ ആകുന്നു എന്നാണ്. എബ്രായ ഭാഷയിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആളത്വം മുഴുവനും അതിൽ ഉൾക്കൊള്ളുന്നു. അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ. ഭൗതികമായും ലൗകികമായും ഒന്നിലും ആശ്രയം വയ്ക്കാതെ ദൈവിക അധികാരത്തിന് കീഴ്പ്പെട്ട് ദൈവത്തെ സമ്പത്തായി കാണുന്ന മനോഭാവം ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് യേശു വിഭാവന ചെയ്യുന്ന ദൈവരാജ്യ ദർശനം. ഹൃദയത്തിലെ എളിമയും സർവശക്തനിലുള്ള ആശ്രയബോധവും താൻ പോരുമയുടെ അഭാവവും ഇവരുടെ പ്രത്യേകതകൾ ആണ്. ഇത്തരക്കാർ തങ്ങൾക്ക് ദൈവദാനമായി ലഭിച്ചതിനെ ദൈവനാമ മഹിമയ്ക്കും സഹജീവികളുടെ നന്മയ്ക്കും നിസ്വാർത്ഥമായി ഉപയോഗിക്കുകയും ദുഃഖിതരും നിന്ദിതരും ഇല്ലാത്ത ദൈവരാജ്യ നിർമ്മിതിയിൽ അവരും ഭാഗവാക്കാവുകയും ചെയ്യുന്നു. ദരിദ്രരെ മാനിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം കാട്ടിത്തരുന്നത്. സങ്കീർത്തനം 9-ാം അധ്യായം 8-ാം വാക്യം, ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ ആശ്രയത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മെ എളിമയുള്ളവർ ആക്കുന്നു. എളിയവരോടും നിരാലംബരോടും മർദ്ദിതരോടും താതാത്മ്യം പ്രാപിക്കുവാനും അവരുടെ മോചനത്തിനായി പ്രവർത്തിപ്പാനും നമുക്ക് നിയോഗമുണ്ട് എന്ന വസ്തുത നാം മറക്കരുത്. നമ്മുടെ കർത്താവിന്റെ അഷ്ടസൗഭാഗ്യ വചനങ്ങൾ പാലിക്കുന്നതിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും അനുഭവത്തിൽ ജീവിപ്പാനും ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകാനും നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളിൽ പകരണമേ. കർത്താവിന്റെ അഷ്ടസൗഭാഗ്യ വചനങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തെ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.